വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും യുവതിക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് പീഡനം. തിരുവനന്തപുരം നന്ദിയോട് സ്വദേശിനിക്കാണ് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പീഡനം നേരിടേണ്ടി വന്നത്. 8 മാസം ഗർഭിണിയായിരിക്കെ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടിയതിനെ തുടർന്ന് ഗർഭം അലസിപ്പോയി. നെടുമങ്ങാട് മുഴി സ്വദേശികളായ പ്രവീൺ, പിതാവ് പ്രകാശൻ, അമ്മ ചന്ദ്രിക എന്നിവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു. 24 എക്സ്ക്ലൂസീവ് അജീഷ് ജയകുമാറിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്നാണ്. എത്രയൊക്കെ വാർത്തകൾ വന്നാലും നടപടികൾ ഉണ്ടായിട്ടും സംസ്ഥാനത്ത് സ്ത്രീധനവും അതിൻ്റെ പേരിലുള്ള പീഡനവും അവസാനിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, നന്ദിയോട് സ്വദേശിനി. നമ്മൾ അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവരുടെ പേരോ മറ്റോ വെളിപ്പെടുത്തുന്നില്ല. എന്നായിരുന്നു വിവാഹം? എന്താണ് ആ വിവാഹ വീട്ടിൽ സംഭവിച്ചത്? നിങ്ങൾക്ക് വിവാഹം 2020 വിവാഹം നടന്നത്. 3-4 മാസം ആയപ്പോൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പിന്നെ ആയപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്ന് വഴക്കായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. അടിയും വഴക്കും ഒക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ പപ്പേനെ കുറേ ചീത്തകളും വിളിച്ച് അതിൻ്റെ പേരിന് പിന്നെ 8 മാസമായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ വയറ്റിൽ ചവിട്ടി. അന്ന് രാത്രി എന്നെ ആശുപത്രി കൊണ്ടുപോയി. എന്നാണ് ഈ സംഭവം നടക്കുന്നത്? ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡിസംബർ 26-ാം തീയതി അത് ചവിട്ടി, അടിവയറ്റിൽ ചവിട്ടി. പിന്നെ നല്ല ബ്ലീഡിങ് ഒക്കെ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, നെടുമങ്ങാട് ആശുപത്രിയിൽ. അപ്പോൾ അഡ്മിറ്റാക്കിയപ്പോൾ ഇത് പ്രസവിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 2 കുട്ടികൾ, ഇരട്ട കുട്ടികളായിരുന്നു, 2 കുട്ടികളും മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ മുഖമൊക്കെ കണ്ട് മരിച്ചെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി. അങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്തും ആരടുത്തും പറഞ്ഞില്ല. 3-4 ദിവസം ഞാൻ അവിടെ പോയി നിന്നു, ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നു. അപ്പോഴും 18-ാം തീയതി അവിടെ നിന്ന് അപ്പോഴും പപ്പ ഫസീലയിലാണ് ജോലി ചെയ്യണത്. അപ്പോഴവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് പറയണത് ഈ കാര്യങ്ങളെല്ലാം. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നത്? ഈ പൈസ തരാത്തതിനാണോ? സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു വഴക്കും. കല്യാണത്തിന് ആലോചിക്കാൻ വന്നപ്പോഴേ അവർ പറഞ്ഞു സ്ത്രീധനമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോഴും 3-4 മാസം ആയപ്പോഴും നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്ന് വഴക്കായിരുന്നു. ഭർത്താവ് മാത്രം ഇതൊക്കെ? ഭർത്താവിൻ്റെ അമ്മയും അച്ഛനൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഈ സമയത്ത്? ഉണ്ടായിരുന്നു. രാത്രിയാണ് സംഭവം. അപ്പോഴും അവരെയൊന്നും അറിയിച്ചില്ല. അന്ന് ഈ സംഭവങ്ങളൊന്നും ആരോടും പറയാത്തത് എന്താ? ചേട്ടൻ പറഞ്ഞ് ആരടുത്തും പറയല് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മറച്ചു വെച്ച്. സ്വർണം കൊണ്ടുവന്നത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പണം കുറഞ്ഞു പോയെന്നോ ഇങ്ങനെയാണോ ഉപദ്രവിക്കുന്നത്? സ്വർണം വേണ്ടെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ ആയപ്പോഴാണ് നിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ കിടന്ന് പറഞ്ഞ് പിന്നെ എന്നെ അടിക്കുകയൊക്കെ ചെയ്ത്. മദ്യപാനത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? മദ്യപാനം ഉണ്ട്, കുടിച്ചുകൊണ്ട് കിടന്ന അലപ്പായിരുന്നു. 26-ാം തീയതി ഈ സംഭവം നടക്കുമ്പോഴും മദ്യപിച്ചതിന് ശേഷമാണോ ആക്രമിച്ചത്? മദ്യപിച്ച് നല്ല മദ്യപാനമായിരുന്നു. അവരുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളോട് അങ്ങനെ സ്നേഹത്തിലായിരുന്നോ? അമ്മായിയമ്മയ്ക്ക് ഇത്തിരി കുഴപ്പമാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്നു ഇതൊക്കെയായിരുന്നു. പിന്നെ അമ്മായിയച്ഛൻ മോശമായിട്ട് പെരുമാറൊക്കെ ഇതൊക്കെ തന്നെ. എന്ത് മോശമായിട്ട് പെരുമാറുക? അത് എന്തൊരു തോണ്ടലും അതൊക്കെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ച്. ഡിസംബർ 26-നാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നതെന്ന്. അടിവയറ്റിൽ ചവിട്ടി അങ്ങനെ ആ ഗർഭം അലസിപ്പോയി. ഇപ്പോൾ പാലോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലോട് നിന്നും VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24.